ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വയനാടേക്ക് പോവാണ് കേട്ടോ. ഞാനുണ്ട്, അപ്പൂസ് ഉണ്ട്, കുഞ്ഞാപ്പൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയി വീട്ടിലേക്ക് പോയിട്ട് എന്ന് കാസർഗോഡേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവൻ വലുതായോ നടക്കാനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മേനെ അച്ഛനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരാന്ന് വിചാരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അവിടെ കൊറേ മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അച്ഛൻ അത് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാനായിരുന്നു വിചാരിച്ചത്. അപ്പൊ വെറുതെ മഴയൊക്കെ അല്ലേ, അവിടുന്ന് ഇവിടം വരെ എടുത്തോണ്ട് വരണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിതാ അങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരമാണ്, അപ്പൂസ് വർക്ക് കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞാപ്പി ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ കൊടുത്തേക്കാം. നല്ല മഴക്കാറുണ്ടല്ലേ? മഞ്ഞുണ്ട്, ചുരത്തുനിന്ന് ചായയൊക്കെ കുടിച്ച് പതിയെ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ചായക്കട ഒന്നും കാണാനേ ഉണ്ടായിരുന്നില്ല. ഇത്തിരിയുടെ ഒന്ന് മുകളിലേക്കൊന്ന് പോയപ്പോൾ ഒരു നല്ല ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസും കുഞ്ഞാപ്പൂസും ചായ വാങ്ങാൻ പോയി. ഞാൻ കാറിൽ തന്നെ ഇരുന്നു. നല്ല കോട മഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. നല്ല രസമായിരുന്നു കാണാൻ. നല്ല കാറ്റും നല്ല കോടമഞ്ഞും ഒരു ചായയും പഴംപൊരിയൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയാക്കി കേട്ടോ. ചായക്ക് കുടിച്ച് അടുത്ത മഴയ്ക്ക് മുന്നേ നമ്മൾ വേഗം ഇറങ്ങി. ഹലോ, ഇങ്ങനെ കുറേ നേരമായിട്ട് ഇരിക്കുന്ന എമ്മിൻ ഒന്ന് ഉറങ്ങി എണീറ്റതാണ്. അത്ര ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ബത്തേരി മൊത്തം ബ്ലോക്കാണ്. ബത്തേരി എത്തിക്കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കേണ്ടി വരും. പക്ഷെ നല്ല രസമായിരുന്നു രാത്രിയിൽ കാണാൻ. ഇങ്ങനെ കാറിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ വളവള പറയുന്ന സമയത്ത് ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമ്മൾ എവിടെയും ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങള് ബത്തേരി എത്തി. അപ്പോ ഇവിടെ മഴയൊന്നുമില്ല, നല്ല ചൂട് അല്ലേ? റോട്ടിലൊന്നും വെള്ളമൊന്നും പ്രതീക്ഷിച്ചത്ര മഴയൊന്നുമില്ല. ആ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോൾ പറഞ്ഞ ഭയങ്കര മഴയാണ്, പക്ഷെ മഴയേ ഇല്ല. നമുക്ക് ഇതുവരെ എത്തിയിട്ട് മഴയും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അമ്മ ഉറങ്ങുകയാണ്, നമ്മൾ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ആ കാണുന്നത് നമ്മൾ പുഴ. ഇതാണ് ഇവിടെ. ഇന്നലെ എത്തിയപ്പോഴെന്നെ നല്ല രാത്രിയായി. പിന്നെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീക്കുകയില്ല കേട്ടോ. അമ്മ ഒരു 10 മണിയാകുമ്പോഴൊക്കെ എണീറ്റാൽ മതി എന്ന് എന്നോട് പറയും. പിന്നെ അമ്മ അത് പരത്തണ കണ്ടപ്പോൾ ഞാനും കൂടി ഒന്ന് പരത്തി നോക്കിട്ടോ. അപ്പോൾ രാവിലെ എച്ചെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ കഴിച്ച് കുളിച്ചൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഒരു സമയമായി. പിന്നെ വേഗം മോനെ ഉറക്കിയിട്ട് ഞാൻ ഇവരുടെ കൂടെ വന്നു കേട്ടോ. അമ്മേൻ്റെ അടുത്ത് പോയാൽ കുഞ്ഞാപ്പൂൻ്റെ കാര്യം നോക്കുന്നതും എൻ്റെ കാര്യം നോക്കുന്നതും ഒക്കെ അമ്മ തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തോ എന്നൊക്കെ എന്നോട് പറയും, നല്ലോണം ഉറങ്ങിക്കോ എന്നൊക്കെ പറയും. എച്ചെടുക്കാൻ കൂട്ട് വന്നിട്ട് ഞാൻ വലിയൊരു ട്രാപ്പിലാണ് പെട്ടുപോയതെന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് കിട്ടാത്ത ഒരു രക്ഷയില്ല. പക്ഷേ ഇവർ മൈസൂർ റോഡും അവിടെ ഇവിടെയൊക്കെ അങ്ങ് എത്തിയിട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് അമ്മമ്മ വീട്ടിലേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് വേഗം ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം കുറ്റ്യാടിയിലേക്ക് തിരിച്ചു കേട്ടോ. ഇന്നലെ ഒരു 4 മണിയാകുമ്പോൾ വന്ന് ഇന്ന് ഒരു 4 മണിയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. എവിടെയും നിൽക്കാനും കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അമ്മേൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടിൽ പോയി നല്ലോണം ഒന്ന് ഉറങ്ങണം എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അത് മാത്രം നടന്നില്ല. ഹലോ,
നമ്മുടെ കുഞ്ഞാപ്പൂ ഉറങ്ങി. ഈ ഒരു വഴി കൂടി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല വയലൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതുമാത്രമല്ല മഴയും കൂടി ആയപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയിട്ടുണ്ട്. അമ്മ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കയ്യിൽ തന്നിട്ടുണ്ട്. കുറേ മാങ്ങയൊക്കെ ഞാൻ കണ്ടു. ബാക്കി എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ വീട്ടിൽ പോയി നോക്കണം കേട്ടോ. അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ. എനിക്ക് രാവിലെ കുറച്ചുകൂടി ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് പരത്തി ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ട്. എനിക്കത് പോയിട്ട് ഇനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേ വേണ്ടുള്ളൂ കേട്ടോ. അങ്ങനെയും ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതിനിടയിൽ കുഞ്ഞാപ്പിക്ക് ഉറക്കൊക്കെ വന്നിട്ട് അവൻ ആകെ ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അവനെ ഉറക്കി നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ പോയി. അങ്ങനെ നമ്മൾ കുറ്റിയാടി എത്തി സുഹൃത്തുക്കളെ. കുറ്റിയാടി എത്തി. കുറ്റിയാടി മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറ്റിയാടിയിൽ ഇന്ന് നല്ല ട്രാഫിക് ബ്ലോക്ക് കുറവുണ്ട്. അല്ലെങ്കിൽ ഇന്നും ബ്ലോക്കാ, മൊത്തം ബ്ലോക്ക്. ഇന്ന് നല്ല കുറവുണ്ട്. വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം 7:40 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് കുറ്റ്യാടിയിലേക്ക് എത്തിയത് കേട്ടോ. മഴയായിരുന്നു, പിന്നെ കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട് സ്ലോ ആയിട്ടാണ് വന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല തണുപ്പാണ് ഇപ്പോൾ വയനാട്, നിൽക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേഗം എസ്കേപ്പായി അവിടെ. ഇന്നലെ വൈകിട്ട് പോയിട്ട് നമ്മൾ ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേനും വന്നു. ഇനി ഈ മാസം തന്നെ ഒന്നുകൂടെ പോകാനുണ്ട്. അപ്പം പിന്നെ കുറേ നേരമൊന്നും നിന്നില്ല അവിടെ, കുറേ ദിവസം നിന്നില്ല. ഇപ്പം തന്നെ 7:40 8 മണി ആവാറായല്ലോ. അപ്പം പിന്നെ എനിക്ക് പോയിട്ട് ഇനി ആദ്യം കുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പൂസും കുഞ്ഞാപ്പവും പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ വാങ്ങണേന്ന്. അപ്പോൾ അപ്പൂസും കുഞ്ഞാപ്പൂസും ഫുഡൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും ഇനി കഴിച്ച് കിടക്കുക അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.